നിങ്ങൾക്കറിയാലോ ഗാർഡനിങ്ങിൻ്റെ കാര്യത്തിൽ ഞാനൊന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടക്കക്കാരിയാണ്. ഓരോ ഭാഗത്തായിട്ട് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. നമ്മുടെ ലോണും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഈ ഒരു പ്ലാവിൻ്റെ ചുവടൊക്കെ റിനോവേഷനും ഇതും കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഞാൻ പഴയ ഒരു വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുണ്ടാക്കിയ ഒരു വളത്തെക്കുറിച്ചാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. സാധാരണ ചെടികളെ ഇഷ്ടമുള്ള ആൾക്കാരുടെ കയ്യിൽ NPK വളം ഉണ്ടാവുമല്ലേ. അപ്പോൾ ഈ NPK വളം വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ കണ്ടത്. 2 മാസം മുന്നെയാണ് കേട്ടോ. ഇതില്ലേ, ഇത് നമ്മുടെ പാരിജാത. അമ്മ ഒരു ചെറിയ ഒരു തണ്ട് ഇങ്ങനെ നട്ട് പൊടിപ്പിച്ച് ചട്ടിയോടെ തന്നതാണ്. അത് അവിടെ നിന്ന് തന്നെ അങ്ങ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് പാരിജാത പൂവ് കാണുന്നത് തന്നെ. നമ്മൾ കവിതകളിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര സ്മെല്ല് തന്നെയാണ് ഇത് വിരിയുമ്പോൾ. ഇനിയിപ്പോൾ മാറ്റി നടണം. ഇതിപ്പോൾ മഴയായതുകൊണ്ട് എല്ലാം ഈ കടലാസ് പൂവല്ലേ, ബോഗൻവില്ല, അതെല്ലാം അങ്ങ് നാശമായിട്ടാണ് ഉള്ളത്. മഴക്കാലത്താണ് നിങ്ങളുടെ കയ്യിൽ ഈ വീഡിയോ വരുന്നതെങ്കിൽ ആ വളത്തിൻ്റെ കാര്യം നിങ്ങളൊന്നുകിൽ സേവ് ചെയ്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു വാട്സപ്പ് ഉണ്ടാവില്ലേ, അതിലേക്ക് ഫോർവേഡ് ചെയ്ത് വെച്ചാലും മതി, ഷെയർ ചെയ്ത് വെച്ചാലും മതി. കാരണം ഇത് വേനൽക്കാലത്ത് ഉണ്ടാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ മഴ കഴിയുമ്പോഴത്തേക്ക് ഈ ചാനലിൻ്റെ പേര് നിങ്ങളെടുത്ത് മറന്നു പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്. ആ ബോട്ടിൽ നിങ്ങൾ കണ്ടതാവളം അങ്ങനത്തെ 2 ബോട്ടിൽ നിറച്ചും എനിക്ക് സെറ്റാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ വേറെ ഒന്നുമല്ല, അടുക്കളയിൽ നിന്ന് നമ്മൾ കളയുന്ന വേസ്റ്റ് ഉണ്ടാവില്ലേ, പച്ചക്കറി വേസ്റ്റ്, അതാണ്. അതിൽ 5 കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ആദ്യത്തേത് നമ്മുടെ പഴത്തിൻ്റെ തൊലിയാണ്. ഇതിപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതിൽ എന്തൊരു പണിയാണ്. പക്ഷേ നമ്മൾ അതെല്ലാം കൂടി ഇട്ടിട്ട് അടുക്കള ഇപ്പം വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ചിലപ്പം ജാടിയൊക്കെ ഉണ്ടാവും, അതിൽ ഇട്ടിട്ട് അങ്ങനെ വളമാക്കുന്നവരുണ്ടാകും. പക്ഷെ അത് കുറേ സമയം എടുക്കില്ലേ, അതിങ്ങനെ പുഴുവൊക്കെ വന്ന് അത് വളമായിട്ട് മാറാൻ കുറേ സമയം എടുക്കും. നമ്മൾ വിചാരിക്കും പോലെയല്ല, 6, 7, 8 ഒക്കെ മാസം, 1 വർഷമൊക്കെ എടുക്കണം നല്ല പൊടിയായിട്ട് കിട്ടണമെങ്കിൽ. എന്നാൽ ഇത് 1.5 മാസം കൊണ്ട് എനിക്ക് സെറ്റാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു സമ്മർ വെക്കേഷൻ സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പം 1.5 മാസം കൊണ്ട് ഞാനിത് വളാക്കി പൊടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ മഴക്കാലം വരുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ മഴയെല്ലാം കഴിഞ്ഞ് നമ്മളത് പ്രൂൺ ചെയ്ത് വെക്കില്ലേ, എന്നിട്ട് ഈ വളമൊക്കെ പ്രയോഗിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൽ ഞാൻ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ പഴത്തിൻ്റെ തൊലി, മുട്ടത്തോട്, പിന്നെ ഓറഞ്ചിൻ്റെ തൊലി, അതുപോലെ തന്നെ നമ്മുടെ സവോളയില്ലേ, സവോളയുടെ തൊലി. ഈ 4 തൊലികളാണ് വേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചായപ്പൊടി ഉണ്ടാവില്ലേ, അതും കൂടെ വേണം. ചായ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹരിപ്പയിൽ കിട്ടുന്ന ആ ഒരു ചണ്ടിയില്ലേ, അത് ഉണക്കി പൊടിച്ചത്. പക്ഷേ ഞാനങ്ങനെ അരിച്ചെടുത്തിട്ട് ഉണക്കിയിട്ടില്ല. അതിന് പകരം എന്താ ചെയ്തതെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഇതിപ്പം നിങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഉണക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാനിതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തത് ഓരോന്നിൻ്റെ ഓരോരോ ഉണക്കല്ലേ, ഒരു പാകമല്ലേ. അപ്പോൾ വെയിൽ നോക്കിയിട്ട്, ഇപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ ഉണങ്ങണേ നന്നായിട്ട് ഉണങ്ങണ്ടേ, മുട്ടത്തോടൊന്നും അങ്ങനെ ഉണങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ വെയിൽ നോക്കി അങ്ങനെ വെയിലത്ത് വെച്ചതാണ്. മുട്ടത്തോടൊന്നും അങ്ങനെ സൺഷെയ്ഡിൻ്റെ അടിയിൽ വെച്ചിട്ട് തന്നെ അത് ഡ്രൈ ആക്കി കിട്ടുമല്ലോ, കഴുകി വെച്ചാൽ മാത്രം മതിയല്ലോ. അതുകൊണ്ടാണ് ഞാനങ്ങനെ സെപ്പറേറ്റ് ചെയ്തത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. പിന്നെ പഴത്തിൻ്റെ തൊലി ഇതുപോലെ നമ്മൾ നീളത്തിൽ തന്നെ ഇടുവാണെങ്കിൽ പൊടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇടുവാണെങ്കിൽ, പൊടിക്കുന്ന സമയത്ത് കട്ട് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ അത്രയും നല്ലത്. ഞാനിത് കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ മിക്സിയുടെ ജാറ് കുറച്ച് പഴയതൊക്കെ ആണെങ്കിൽ അത് മാത്രം ഇതിനായിട്ട് ഉപയോഗിക്കുക. പുതിയത് ഞാൻ വേറൊന്ന് വാങ്ങിയതിന് ശേഷം ഇതിനായിട്ട് ഇനിയിപ്പോൾ മാറ്റി വെച്ചിട്ടാണ് ഉള്ളത്. ഇനി ഇതിൻ്റെ ഈ ഒരു വളത്തിൽ നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, അതുപോലെ തന്നെ കാൽഷ്യം, ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ചായപ്പൊടിയുടെ ചായ അരിച്ച് കിട്ടുന്ന പൊടിയില്ലേ, അതുപോലെ തന്നെ കാപ്പി അരിച്ചാലും അതിൻ്റെ മട്ട് എന്നൊക്കെയല്ലേ പറയുക, ആ ഒരു ചണ്ടി, അത് നമ്മൾ ഉണക്കി പൊടിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് നൈട്രജൻ കണ്ടൻറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലിയിലും ഏറ്റവും കൂടുതൽ നൈട്രജൻ തന്നെയാണ് ഉള്ളത്. സയൻസോ ബോട്ടണിയൊക്കെ പഠിച്ചവർക്ക് കൃത്യമായിട്ട് ഇത് അറിയാൻ പറ്റും. പിന്നെ ഈ ഒരു നൈട്രജൻ കണ്ടൻറ്റ് മാത്രമല്ലല്ലോ ഇതിൽ, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽഷ്യം, ഇതൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ നൈട്രജനാണ് ഫോട്ടോസിന്തസിസിനായിട്ട്, അതായത് ചെടികൾക്ക് പച്ച നിറം കിട്ടാൻ വേണ്ടി, നമ്മുടെ ഹരിതകം കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ പണ്ട് പഠിച്ചത് ഓർമ്മയുണ്ടാവില്ലേ. അപ്പോൾ ഈ നൈട്രജൻ അത്യാവശ്യമാണ് ചെടികളുടെ വളർച്ചയ്ക്കും അതിൻ്റെ പുഷ്ടിക്കൊക്കെ. ഇത് അത്യാവശ്യമാണ്. മുട്ടത്തോടിലാണ് കാൽഷ്യം അടങ്ങിയിരിക്കുന്നത്. ചെടികളുടെ ആ ഒരു സെൽ വോളിൻ്റെ ഗ്രോത്തിന് ഇത് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ മുട്ടത്തോട്. അതുകൊണ്ട് മുട്ടത്തോടും നമ്മൾ ഒരിക്കലും കളയേണ്ട ആവശ്യമില്ല. കഴുകി ഇങ്ങനെ ഉണക്കാൻ വെച്ചോളൂ. അപ്പം നമ്മൾ അങ്ങനെ അങ്ങ് പൊടിച്ചിട്ട് റോസിൻ്റെ ഒക്കെ മരട്ടിലൊക്കെ ഇടാറില്ലേ, പക്ഷേ അത് ആഗീരണം ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതുപോലെ ഉണക്കിയിട്ട് നമ്മൾ മിക്സിയിൽ പൊടിക്കുകയാണെങ്കിൽ നല്ല തരിതരിയാവുമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിനെ ഇത് അബ്സോർബ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ആ ഒരു തെളിയില്ലേ, അത് ഡൈല്യൂട്ട് ഇട്ട് ഒഴിക്കുന്നതും നല്ലതായിരിക്കും. കുറച്ചും കൂടെ പെട്ടെന്ന് അതിന് ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. മുട്ടത്തോട് ഉപയോഗിക്കുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. ഇതെനിക്ക് നഴ്സറിയിൽ നിന്ന് അവർ പറഞ്ഞു തന്ന കാര്യമാണ് മുട്ടത്തോടിൻ്റെത്. പിന്നെ പഴത്തൊലിയിലും അതുപോലെ തന്നെ ഉള്ളിത്തോടിലൊക്കെ പൊട്ടാസ്യമാണ് കൂടുതലുള്ളത്.
അറിയാലോ, വേര് നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് പൊട്ടാസ്യമാണ് നമുക്ക് കൂടുതലായിട്ട് ചെടികൾക്ക് വേണ്ടത്. അപ്പോൾ വേര് നല്ല വളർച്ച ഉണ്ടെങ്കിൽ മാത്രമല്ലേ അതിൻ്റെ മുകൾ ഭാഗത്ത് അത്രയും ഗ്രോത്ത് ഉണ്ടാവും. പലപ്പോഴും ഈ ചെടികളെ കൂടുതലായിട്ട് പരിചരിക്കുന്നവർക്ക് അറിയാം, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം ചെടികൾ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ഒരു പൊട്ടാസ്യം കണ്ടൻറ്റ് ഉൾപ്പെടുന്ന വളങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ആ ചെടികൾക്ക് ആ ഒരു മാറ്റം, ഒരു ഡിസീസിലേക്ക്, ആ ഒരു ചെടികൾക്ക് വരുന്ന ഒരു വാട്ടം പോലുള്ള രോഗമൊക്കെ ഇല്ലേ, അതിലേക്കൊന്നും പോവില്ല. അപ്പം നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഈ പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കണം. ചായയുടെ പൊടി ഉണ്ടാവില്ലേ, ചായയുടെയും കാപ്പിയുടെയും ആ ഒരു ചണ്ടി, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളിപ്പം അരിച്ചെടുത്തിട്ട് സാധാരണ യൂസ് ചെയ്യാറില്ല, അതിങ്ങനെ പൊടിച്ചായ പോലെ ഇവിടെ ഉണ്ടാക്കുക. അതുകൊണ്ട് ഞാൻ പിന്നെ ലാസ്റ്റ് ആ പണിക്ക് നിൽക്കാറില്ല. കുറച്ച് പണിയാണ്, ഇവിടെ കുറച്ചല്ലേ ചായയൊക്കെ വേണ്ടു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ജിഞ്ചർ ടീ നമ്മൾ വാങ്ങിയിരുന്നേ, അത് എവിടെയോ വയനാട്ടിലോ എവിടെയോ പോയപ്പോൾ വാങ്ങിയത്. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇവിടെ അത്ര ഇഷ്ടമായിട്ടില്ല. അപ്പം ഞാൻ ഇത് മനസ്സിൽ കണ്ടിട്ടാണ് ഒന്നാമത് ചായ അരിക്കാൻ നിൽക്കാതെ നിന്നത്. പക്ഷേ ഇത് അങ്ങനെയും കിട്ടാൻ നല്ല സ്ട്രോങ് ആയിരിക്കുമല്ലോ, നമ്മൾ യൂസ് ചെയ്തതിൻ്റെ ബാക്കിയല്ലല്ലോ. അതുകൊണ്ട് അതിൽ നിന്ന് ഇത്തിരി മാത്രം ചായപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുക്കള വേസ്റ്റ് എവിടെ കൊണ്ട് കളയണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഉണക്കി പൊടിച്ചാൽ മതിയല്ലോ. പിന്നെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ NPK വളമൊക്കെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന്. പക്ഷേ ഇതൊന്നും ഒരു കഷ്ടപ്പാടായിട്ട് നമുക്ക് തോന്നില്ല. കാരണം നമ്മളങ്ങ് എടുത്ത് കളയുന്ന സാധനം ഒരു പേപ്പറിലെങ്ങാനും വെക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മഴക്കാലത്താണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചോളൂ. കാരണം നമുക്ക് മഴ കഴിഞ്ഞിട്ട് തുടങ്ങാം. ഇനിയിപ്പോൾ ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മഴക്കാലത്തും ഈ ഷീറ്റിലൊക്കെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. പക്ഷേ ഒരു അണുങ്ങ് പോലെയുള്ള പ്രാണികളൊക്കെ വരും കേട്ടോ, ഇൻസെക്ട്സ് ഒക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വേനൽക്കാലത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ഉപയോഗിക്കുന്ന രീതി പറഞ്ഞിട്ടില്ലല്ലോ. ചട്ടിയിലാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വീതം മതിയാവും കേട്ടോ. പിന്നെ മാസത്തിൽ 2 തവണ ചെയ്യുക, അതായത് ഒരു 15 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വീതം ഓരോ ചട്ടിയിലും ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ മുളകും തൈയൊക്കെ ഉണ്ടെങ്കിൽ, പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇട്ടു കേട്ടോ. പക്ഷേ വാരി ഇടണ്ട, അധികമായാലും അമൃതും വിഷാന്നാണല്ലോ. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം പൊടിക്കണേ, അല്ലെങ്കിൽ ഫംഗസൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആയി നമ്മളിങ്ങനെ മുളകൊക്കെ ഉണക്കി പൊടിപ്പിക്കില്ലേ, അതുപോലെ ആവുമ്പോൾ മാത്രം പൊടിച്ചാൽ മതി. എൻ്റെ ജാറ് പഴയതായതുകൊണ്ടാണ് ഞാൻ അതൊക്കെ പൊടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചത്. പുതിയ ജാറ് വാങ്ങിയിട്ടുണ്ട്. ഇത് സുജാത തന്നെയാണ് എൻ്റെ മിക്സി കേട്ടോ. ഈ മിക്സി എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് ഞാൻ പണ്ട് പ്രീതിയായിരുന്നു, പക്ഷേ ഇപ്പം സുജാത യൂസ് ചെയ്തപ്പോൾ ഇത് തന്നെയാണ്. പക്ഷേ ഇതിനൊറ്റൊരു കുഴപ്പമേ ഉള്ളൂ, ഈ മോട്ടറിൻ്റെ ഭാഗത്ത് മേൽഭാഗത്ത് ഒരു ചെറിയൊരു തുണ്ട് പോലെയുള്ള ഭാഗമുണ്ട്. അപ്പോൾ ഈ നമ്മൾ മഞ്ഞളൊക്കെ ഇട്ടിട്ട് തേങ്ങയൊക്കെ അരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ജ്യൂസൊക്കെ അരയ്ക്കുന്ന സമയത്ത് ചെറുതായിട്ടങ്ങ് ആ ഒരു ഭാഗത്തൊക്കെ എന്തായാലും നമ്മൾ തിരക്കിലൊക്കെ അരയ്ക്കുമ്പോൾ ഇത്രയൊക്കെ ആവുമല്ലോ. പക്ഷെ അത് ക്ലീൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ ചെയ്തത് എന്താണെന്നറിയോ, ഈ മിക്സി ഉള്ളവർക്ക് അറിയാൻ പറ്റും. അതായത് ആ ഒരു ഭാഗമില്ലേ അതങ്ങ് എടുത്തിട്ട് അങ്ങ് അഴിച്ച് മാറ്റി വെച്ചു. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈസിയായി. മിക്സിയുടെ മോട്ടറിൻ്റെ ഭാഗത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സുജാത മിക്സി ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇത് ക്ലിക്കാക്കി ആയിട്ടുണ്ടാവും എന്താ ഞാൻ ഉദ്ദേശിച്ചതെന്നുള്ളത്. പിന്നെ എൻ്റെ പഴയ മിക്സിയുടെ ജാറിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ളമായിട്ട് ദ്രവിച്ചു പോയി, അതുകൊണ്ടാണ് പുതിയത് വാങ്ങിയത്. അപ്പം വളത്തിൻ്റെ കാര്യം മറന്നു പോവണ്ട. വീട്ടിലുള്ള വേസ്റ്റൊക്കെ എടുത്തിട്ട്, വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 5 സാധനങ്ങൾ മാത്രമേ നമുക്ക് വേണ്ടൂ. ഉണക്കിക്കോളൂ, പൊടിച്ചോളൂ, ഇതുപോലെ സൂക്ഷിച്ചോളൂ. നമുക്ക് 2 പേർക്കും, അതായത് കാണുന്ന നിങ്ങൾക്കും എനിക്കും ഒരുമിച്ച് നമ്മുടെ ഗാർഡൻ സൂപ്പറാക്കി മാറ്റാം അല്ലേ. പിന്നെ ഇതല്ലാതെ നിങ്ങൾക്കറിയാവുന്ന കുറച്ച് ടിപ്സൊക്കെ ഉണ്ടാവുമല്ലോ, എന്തായാലും ഉണ്ടാവും. അതെന്താണെങ്കിലും പറയണേ. കാരണം ഇതിനേക്കാളും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും കൂടുതൽ കുറച്ചും കൂടെ കൂട്ടിയിടാം ഏതെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് വേണമെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് ഉണക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യാമല്ലോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്